ഞാനിവിടെ എന്ത് പ്രസംഗിക്കാനാണ് എന്നെ മുഖ്യപ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈ പുണ്യകർമ്മത്തിൽ എൻ്റെ എളിയ തോതിൽ ഹരിയേട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്, ഞാനടക്കം, ചെറിയ തോതിൽ നമ്മുടേതായ രീതിയിൽ അതിൽ പങ്കാളിത്തം വഹിക്കാനാണ്. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ശുഭകർമ്മങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ഹരിയേട്ടനെ പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഏതൊക്കെയോ വഴിക്ക് നമുക്കിതിൽ പങ്കുവഹിക്കാനാകും. ഈ സദസ്സിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാർ, സഹോദരിമാർ, ധാരാളം അമ്മമാരുണ്ട് ഇവിടെ. ഞാൻ അവരുടെ സാന്നിധ്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരൊക്കെ ഈ പുണ്യകർമ്മത്തെ സമ്പന്നമാക്കുകയാണ്. കൊച്ചു കുട്ടികളുണ്ട്, അവരിത് കണ്ട് പഠിക്കട്ടെ. അവർ പഠിക്കണം, എല്ലാവരും പഠിക്കണം. അപ്പോൾ ഇതൊരു പുണ്യകർമ്മമാണ്. വാക്കുകൾ പിൻവാങ്ങുന്ന നേരമാണ്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ എന്ത് വാക്ക്, എന്ത് പ്രസംഗം. എൻ്റെ എളിയ വാക്കുകളെക്കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗത്തിലൊക്കെ നല്ല വാക്കുകൾ ശ്രീ മധു, അതുപോലെ നമ്മുടെ പരിപാടിയുടെ ആങ്കറിങ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരൻ റിയാസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ നന്മ അവർ പറയുന്നു എന്നല്ലാതെ ഇവിടെയൊക്കെ മൗനമാണ്. വാക്കുകളുടെ ദിവ്യഗർഭമായ മൗനം എന്ന് ഞാൻ പറയട്ടെ. മൗനമാണ്. ഇവിടെ വന്നിരുന്നാൽ മതി. ഞാനിവിടെ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണ്. മനോഹരമായ പ്രഭാതം, ശാന്തമായ മനസ്സ്. ആർക്കെങ്കിലും ധ്യാനിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ആർക്കെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിവിടെ വന്നിരുന്നാൽ മതി. കലുഷമായ ഈ കാലത്ത്, വൈരവിരോധങ്ങൾ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്ത് ഇതുപോലൊരു സദസ്സിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് പോലും സൗഭാഗ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. നമ്മളൊരു സ്നേഹമൂർത്തിയുടെ ചുറ്റുവട്ടത്താണ്, ഹരിയേട്ടൻ്റെ. മനുഷ്യന്മാരെങ്ങനെയാണ് വെളിച്ചം വീശുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ചില ജന്മങ്ങൾ, ചില ജീവിതങ്ങൾ, അത് വിളക്കുകാലുകളാണ്. അത് വെളിച്ചം വീശും. അത് മനോഹരമായൊരു പ്രഭാതമാണ്. ഞാനിന്ന് രാവിലെ ഹരിയേട്ടനെ കണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിനെ വളരെ സ്പർശിക്കുന്ന പ്രകൃതിയിലെ ഒരു നേരം, ഒരു സന്ദർഭം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിങ്ങനെ ഞാനിങ്ങനെ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തുനിന്ന് പടിഞ്ഞാറോട്ട് വിരൽ ചൂണ്ടിയിട്ട്, മാനത്തേക്ക് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ, മഴ പെയ്യാൻ പോകും. കാർമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം പെയ്യും. ഈ മഴ പെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള നേരം എന്നെ വളരെ ആവേശം കൊള്ളിക്കുന്നൊരു ഘട്ടമാണ്, സന്ദർഭമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കേരളമാണ്. പുറത്തേക്കൊന്നും പോയി വല്ല ടൂറൊന്നും നടത്താൻ താല്പര്യമുള്ള ആളല്ല ഞാൻ. എനിക്കിഷ്ടംപോലെ അവസരങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾക്കൊക്കെ പലരും ക്ഷണിക്കാറുണ്ടെങ്കിലും പല നാട്ടിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. വിദേശങ്ങളിൽ എത്രയോ ക്ഷണിച്ചിട്ടും ചിലപ്പോഴൊക്കെ പോകാറുണ്ടെന്ന് മാത്രം. ഞാൻ ഇപ്പോഴും പോകാത്ത രാജ്യങ്ങൾ, എന്നെ നിരവധി തവണ ക്ഷണിച്ച രാജ്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വലിയ കൗതുകമൊന്നും തോന്നാറില്ല. പക്ഷെ കേരളത്തിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കാൻ എനിക്ക് വലിയ കൗതുകമാണ്. മടുക്കാത്ത, നിങ്ങളുടെ നാടൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ എത്രയോ ഈ പ്രദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഭരണിക്കാവിനെ കുറിച്ച് പറയായിരുന്നു ഹരിയേട്ടനോടും രാധാകൃഷ്ണേട്ടനോടും പ്രശാന്തിനോടുമൊക്കെ. ഭരണിക്കാവ് ശിവകുമാർ, ഇവിടെയുള്ള അമ്പലങ്ങളുടെ കുടുംബ സദസ്സുകളിൽ വരെ എന്നെ പലതവണ ക്ഷണിച്ചിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അമ്പലങ്ങളിലെ പരിപാടികൾക്ക് മാത്രമല്ല, അമ്പലവിശ്വാസികളുടെ കുടുംബ സദസ്സുകളിൽ ഓച്ചിറ എല്ലാ വർഷവും വന്നു പോകാറുണ്ട്. എത്രയോ കാലമായിട്ട് ഓച്ചിറ അമ്പലത്തിലെ ഉത്സവത്തിന്. ഈ തവണ കാട്ടുങ്ങൽ അമ്പലത്തിലെ ഉത്സവത്തിനും വന്നു. ഒരു 2 മാസം മുമ്പാണ് ഞാൻ വന്നു പോയത്.
വല്ലാത്തൊരു അനുഭവമായിരുന്നു. ചങ്ങാടത്തിലൂടെ വണ്ടിയൊക്കെ പോയി. അവരും ഒരു 2-3 വർഷമായിട്ട് ക്ഷണിച്ചിട്ടാണ് ഞാൻ ഈ തവണ പോയത്. അപ്പം ഞാൻ ഈ മഴ പെയ്യാൻ പോണ നേരത്തെക്കുറിച്ച് പറഞ്ഞു. അത് അർത്ഥഗർഭമായ ഒരു പ്രകൃതിയുടെ ഒരു മൗനമാണല്ലോ. മഴ ഇങ്ങനെ പെയ്യാൻ പോവാണ്. മഴ കരുണയാണ്. അപ്പം ഞാനത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഹരിയേട്ടൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു വശീകരണ ശക്തിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിലുള്ള പല പരാമർശങ്ങളും എന്നെ പിടിച്ചുലക്കുന്ന പലതും അതിലുണ്ട്. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പ്രവേശിക്കുന്നില്ല. ഞാനങ്ങനെ ദീർഘിച്ച് സംസാരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിൽ മഴ പെയ്യാൻ പോണ നേരത്തെ ഹരിയേട്ടൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ഞാനാകെ വീണ്ടും ഞാൻ പറയട്ടെ കോരിത്തരിച്ചു പോയി. മഴ പെയ്യാൻ പോണ നേരം പുരികത്തിന് മീതെ കുറി തൊട്ട് അച്ഛൻ വീട്ടിൽ നിന്ന് കൊടയെടുത്ത് ഇറങ്ങുന്ന നേരം, ഇതൊക്കെ ശില്പങ്ങളാണ്, വാങ്മയ ശില്പങ്ങളാണ്. മനസ്സിലിങ്ങനെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രത്യേകത തന്നെ അതാണ്. അത് വെറൊരു എഴുത്തല്ല, അതിൽ ഓരോ വാക്കും വാങ്മയ ശില്പങ്ങളാണ്, കൊത്തിവെച്ച ശില്പം പോലെ നിൽക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറേയൊക്കെ പുസ്തകം വായിക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയൊരു ഗ്രന്ഥശാലയൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ലോകം തന്നെ, ഞാൻ പ്രിയപ്പെട്ട ലോകമാണത്. അച്ഛൻ മഴ പെയ്യാൻ പോണ നേരത്ത് രാവിലെ ഞാൻ പറഞ്ഞിട്ട്, അപ്പം ഞാനത് വായിച്ചിരുന്നില്ല. ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇവിടുന്ന് പോയിട്ടും കുറേ പരിപാടികളായതുകൊണ്ടാണ്. പിന്നെ അതങ്ങനെ പോയിട്ട് കൃഷിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൃഷിയുടെ ഒരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഹരികഥ. കൃഷി, കുട്ടനാട്, മഴ പെയ്യുന്നത്, മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ കർഷകർക്കുണ്ടാവുന്ന കണ്ണീര്, കഷ്ടപ്പാടുകൾ ആ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാഠപുസ്തകം കൂടിയാണത്. കാരണം കൃഷി, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന് വിചാരിക്കരുതേ. കേരളത്തിൽ വലിയൊരു പ്രശ്നം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉടനെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിചാരിക്കും. രാഷ്ട്രത്തെ ബാധിക്കുന്നതൊക്കെയാണ് രാഷ്ട്രീയം. ഹിന്ദി ഭാഷയിലാണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ അർത്ഥം മലയാളികൾ വിചാരിക്കുന്നതിന് നേരെ വിപരീതമാണ്, ദേശീയം എന്നാണ്. അങ്ങനെയാണ് ഹിന്ദിയിൽ. ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ ദേശീയമായിരിക്കണം, ദേശീയ വീക്ഷണം എന്നാണ് അർത്ഥം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ദേശീയം എന്നാണ്. രാഷ്ട്രത്തെ ബാധിക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ തികഞ്ഞ രാഷ്ട്രീയമുണ്ട്. കാരണം കൃഷി നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കർഷകർ, കൃഷി, കൃഷിയുടെ ഉന്നമനം, കർഷകരുടെ ആവശ്യങ്ങൾ, ആവലാതികൾ. എങ്ങനെയാണ് ഗാന്ധിജി തുടങ്ങിയത്? ഗാന്ധിയാണ് ശരി എന്നും, ഗാന്ധിയാണ് നേരായ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ വഴികാട്ടി, രണ്ടാമതൊരു പേരില്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൃഷിയെ തിരിച്ചറിഞ്ഞു എന്നാണ്. അപ്പോൾ ഹരിയേട്ടൻ അച്ഛനെക്കുറിച്ച് പറയുന്നിടത്ത് കൃഷിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മഴ പെയ്തുണ്ട, മഴ കൃഷിക്ക് ആവശ്യമാണ്. ആ പുസ്തകത്തിലും പറയുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ചില സമയത്ത് വിള നശിക്കും, പ്രത്യേകിച്ച് കുട്ടനാട്. എന്ന് വെച്ച് മഴയില്ലാതെ കൃഷിയില്ല, മഴയില്ലാതെ ജീവനില്ല. ഇതിനെക്കുറിച്ചൊക്കെ അച്ഛനുള്ള ധാരണ മകൻ വരച്ച് കാണിക്കുന്നത് വായനക്കാരല്ല, ഏത് മക്കളെയും അടിമയിൽ പിടിച്ചുലക്കും. അപ്പം ഞാനറിയാതെ വീണ്ടും ആ പുസ്തകത്തിലെത്തിയ നോക്കൂ നിങ്ങൾ. ഞാൻ ഇതാണ് ഇപ്പോൾ ഓർത്തത് ഇവിടെ വന്നിരിക്കുമ്പോൾ. ഈ മഴ പെയ്യാൻ പോണ നേരം, ആ നേരത്ത് കുടയെടുത്തിട്ട് പുരികത്തിൻ്റെ മേലെ കുറിയും തേച്ച് അമ്മ പിന്നാലെ ചെന്ന്, എന്തൊരു, ഞാനല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ആളാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹം എൻ്റെ കുടുംബാംഗമാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗമാണ്. എപ്പോഴാ വഴിക്ക് പോയാൽ എൻ്റെ വീട്ടിൽ വരും. ഞാൻ ഇല്ലെങ്കിലും കൈതപ്പുറം എൻ്റെ വീട്ടിൽ വരും. എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബത്തോടൊപ്പം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ പോവും. അങ്ങനെയുള്ള വല്ല ആത്മബന്ധമാണ് വർഷങ്ങളുടെ. അപ്പോൾ അടുത്ത് ഞാൻ കൈതപ്പുറത്തിൻ്റെ അമ്പലത്തിൽ, തിരുവണ്ണൂർ, കോഴിക്കോട് കൈതപ്പുറത്തിൻ്റെ അമ്പലം, അവിടെ ഞാനൊരു പരിപാടിക്ക് പോയിരുന്നു ഒരു 3-4 മാസം മുമ്പ്.
എനിക്ക് കൈതപ്പുറത്തോടുള്ള സ്നേഹത്തിൽ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊരിക്കൽ കോവിഡ് വന്നപ്പോൾ, ഇതൊക്കെ നമ്മുടെ അകത്തുള്ള സാധനങ്ങളാണ്, പുതുതായിട്ടുള്ളതല്ല ഇതൊന്നും, നമ്മുടെ എല്ലാവരുടെ അകത്തുള്ളതാണ്. മലയാളത്തിൽ അപൂർവമായിട്ട് അച്ഛനെക്കുറിച്ചൊരു പാട്ടുള്ളൂ. ഇത്ര ഇഷ്ടം പോലെ പ്രേമഗാനങ്ങളും ഇഷ്ടം പോലെ പ്രണയം, വിരഹം പറഞ്ഞ് ചിലപ്പോഴൊക്കെ അർത്ഥലോപം സംഭവിച്ച, അർത്ഥഭ്രംശം സംഭവിച്ച പദാവലികളെ കൊണ്ടുള്ള വർണ്ണനകളും. പ്രേമം മാത്രമല്ലോ ജീവിതം, വെറും സ്ത്രീ പുരുഷ ബന്ധമാണോ ജീവിതം? തെറ്റായ കലാവികൽപ്പങ്ങളാണ്, സങ്കല്പങ്ങളാണ്, സാഹിത്യ രീതികളാണ്. വളരെ അപൂർവമായിട്ടാണ് അമ്മയും അച്ഛനൊക്കെ പാട്ടിൽ വരുള്ളൂ. അമ്മ കുറേയൊക്കെ വന്നിട്ടുണ്ട്, അച്ഛൻ പിന്നെയും കുറവാണ്. ആ കുറവ് കുറേയെങ്കിലും മലയാളത്തിൻ്റെ ചലച്ചിത്ര ഗാനത്തിൽ നികത്തിയത് ശ്രേഷ്ഠ കവി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പം ഞാൻ കോവിഡ് വന്നപ്പോൾ പ്രസംഗിക്കാനുള്ള അത് അധികം പോകാനൊന്നും വയ്യാതായി, സദസ്സുകളിലൊന്നും പോകാൻ വയ്യാതായി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഉമ്മറത്തിരുന്ന് എന്നോടെല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ മതി. അതുവരെ ഞാൻ ഇന്ന് ഹരിയേട്ടൻ നടക്കുന്ന മാതിരിയാണ് നടക്കുക, ഫേസ്ബുക്കൊന്നുമില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്, അത് വലിയൊരു സാഹസമാണ്. എനിക്കത് കഴിയില്ല, എനിക്കത് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഫേസ്ബുക്കൊക്കെ വിട്ട് വെറും ലൈബ്രറി വായനയൊക്കെയാണ് എനിക്കിഷ്ടം. അതാണ് ശരി. ഇതൊക്കെ മനുഷ്യനെ മടുക്കും. പരിഷ്കൃത രാജ്യങ്ങൾക്കൊക്കെ ഇത് മടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈല്, ഫേസ്ബുക്ക്, ആളുകൾ തിരിച്ചുപോക്ക് തുടങ്ങിക്കഴിഞ്ഞു. സിവിലൈസ്ഡ് ആയിട്ടുള്ള പല ഗവൺമെൻറ്റുകളും ഇന്ന് ചെയ്യുന്നത് അവരുടെ പൗരന്മാരുടെ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് വരികയാണ്. സ്ക്രീനിൽ ഉപയോഗിക്കുന്ന സമയം കുറക്കുക. വെറുതെ ഒന്നുമല്ല. ഹരികുമാർ പ്രവാസിയായി ഗൾഫ് പോയി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് അതൊക്കെ പരിപാലിച്ച് വലിയ വ്യവസായിയായി. അതിലൂടെ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ, അതിൻ്റെ മധ്യത്തിൽ നിൽക്കാൻ, കാരുണ്യമായിട്ട് നമ്മുടെ ഇടയിൽ ഇളങ്കാറ്റ് പോലെ വീശാൻ തിരുനബിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കാണത്. തിരുനബിയെക്കുറിച്ച് പറയണത്, നബി ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തിട്ട് കഷ്ടപ്പെടുന്നവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തിട്ട് അടിച്ചു വീശുന്ന കാറ്റുപോലെ നബി കാരുണ്യം ദാനം ചെയ്തിരുന്നു എന്നാണ്. നമുക്ക് കുളിർകാറ്റ് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. കുളിർകാറ്റ് ആഗ്രഹിക്കാത്ത ആരുമില്ല. ഒരു ഹിന്ദി ഗസൽ ഞാൻ ഓർത്തു വേണം. ജബ് ചലി സർദ് ഹവാ मैंने तुझे याद किया, जब चली सर्द हवा मैंने तुझे याद किया. തണുത്ത കാറ്റ് വന്നപ്പോൾ ഞാൻ നിന്നെ ഓർത്തു. ഒരു പ്രേമഗാനമാണ്. തണുത്ത കാറ്റ് വന്നപ്പോൾ ഞാൻ നിന്നെ ഓർത്തു. മന്ദമാരുതന് മനുഷ്യനെ പ്രചോദിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പം നമ്മുടെ ഉള്ളൊരു കാറ്റിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഹരിയേട്ടൻ എന്ന ആ മാരുതൻ എന്നെന്നും ഐശ്വര്യത്തോടെ അടിച്ചു വീശാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്, ഞാൻ പങ്കുവയ്ക്കാൻ വന്നതാണ്, ഞാൻ പ്രഭാഷണത്തിന് വന്നതല്ല. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കൈതപ്പുറത്തിൻ്റെ ഈ ഗാനത്തെക്കുറിച്ച് എൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് അതിൽ ഓരോ വരി എടുത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അല്പം സംസാരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. കോവിഡ് കാലത്ത് കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ, അച്ഛൻ കൈതപ്പുറത്തിൻ്റെ ഒരു വർണ്ണനയാണ്. അച്ഛൻ കല്ലെടുക്കുന്ന തുമ്പിയാണ്. വല്ലാത്തൊരു വിശേഷണമാണ്. നമ്മൾ ഈ തുമ്പി, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, തുമ്പി ഇഷ്ടപ്പെട്ട് കല്ലെടുക്കുന്നതല്ല, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണം. അതിന് ചുമക്കാൻ പറ്റിയതല്ല, തുമ്പിക്ക് ചുമക്കാൻ പറ്റിയതല്ല കല്ല്. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ, അച്ഛൻ വീടിൻ്റെ കുടുംബഭാരങ്ങളുടെ കല്ലെടുത്ത് ചുമക്കുന്ന തുമ്പിയാണ്. ഇതൊരു കവിക്കേ പറയാൻ കഴിയൂ. അതാണ് കവിത.
അപ്പം അതുകൊണ്ട് ഇതും ഒരു അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ. അത് നമ്മൾ കാണാതെ പോകരുത്. വലിയ വലിയ സംഗതികളൊക്കെ മനുഷ്യന്മാർക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് കോശങ്ങളിലൂടെ നമ്മുടെ മാതാപിതാക്കൾ സഞ്ചരിക്കുന്നുണ്ട്. അതാണിപ്പോൾ അമ്മ ശശികലമ്മയുടെ മുമ്പിൽ വീടായിട്ട് വന്നിട്ടുള്ളത്. ഈ വീട് ഇവർക്ക് കൊടുക്കുമ്പോൾ, ഞാനിതിനു മുമ്പ് അമ്പലപ്പുഴയിൽ നടന്ന കുടുംബവേദിയുടെ വാർഷികത്തിനാണ് ഞാനിവിടെ ഈ മഹാപ്രസ്ഥാനവുമായിട്ട് ആദ്യമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ അവസരം ഉണ്ടാവുന്നത്. മഹാപ്രസ്ഥാനം എന്നാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് കുറിച്ചത്. സംഘടന എന്ന വാക്കൊന്നും പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. സംഘടന ചെറിയ വാക്കാണ്. ഇത് പ്രസ്ഥാനമാണ്, മഹാപ്രസ്ഥാനം. ഇംഗ്ലീഷിൽ പറയും മൂവ്മെൻറ്റ്, ഓർഗനൈസേഷൻ എന്നൊക്കെയാണ് സംഘടനയൊക്കെ പറയല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ നമ്മൾ അവമതിക്കരുത്. ഇതൊരു സംഘടനയൊന്നുമല്ല. കുറച്ച് ആൾക്കാർ കൂടിയിരുന്നൊരു സംഘടന ഉണ്ടാവും. ഇതൊരു പ്രസ്ഥാനമാണ്. കാരണം കാരുണ്യമാണ്. എവിടെയും കരുണയാണ്. കരുണയുണ്ടെങ്കിലേ ഈ മരം പച്ച പിടിച്ച് നിൽക്കൂ. ഇനി കരുണയുണ്ടെങ്കിലേ ആ മരക്കൊമ്പിൽ വന്നൊരു പക്ഷി കൂട് കെട്ടൂ. എവിടെങ്കിലും പോയിട്ട് നമ്മളൊരു ബഹളം ഉണ്ടാക്കി നോക്കൂ, എന്തെങ്കിലും ചെറിയ ഉപദ്രവം, പക്ഷി പോവും. പക്ഷിക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മൾ കാരുണ്യം കാട്ടിയാൽ ആ പക്ഷിക്കൂട് കാലാകാലം അവിടെ ഉണ്ടാവും. നമ്മുടെ വീട്ടുവളപ്പിൽ പോലും ഒരു പക്ഷിക്കൂട് നിലനിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കരുണയുണ്ടായിരിക്കണം. ഒരു പക്ഷിക്കൂട് നിലനിർത്തണമെങ്കിൽ അപ്പോൾ മനുഷ്യർക്ക് പാർക്കാൻ പാർപ്പിടമൊരുക്കി കൊടുക്കുന്നവർക്ക് എത്ര ഹൃദയകാരുണ്യമുണ്ടായിരിക്കണം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 30 കുടുംബങ്ങൾ ഇതിനകം കുടുംബവേദിയുടെ ഭവനങ്ങളിൽ പാർത്തു പോരുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ പലപ്പോഴും സ്വാഗത പ്രസംഗത്തിൽ ഭഗവാൻ കൃഷ്ണനെ അനുസ്മരിച്ചു. മതം മുഴുവൻ കാരുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ മതങ്ങളെ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയല്ല. ആ മതത്തിൻ്റെ പാരമ്പര്യത്തിലും അടിസ്ഥാനങ്ങളിലുമുള്ള സംഗതികളെ നോക്കിയിട്ട് വേണം എന്തിനേയും വിലയിരുത്താൻ. ആളുകൾ കാട്ടിക്കൂട്ടുന്ന നോക്കിയിട്ടല്ല. ഓരോന്നിൻ്റെയും പേരിൽ ഓരോരുത്തർ പലതും കാട്ടിക്കൂട്ടുന്നുണ്ടാവും. അതിനൊന്നും ആചാര്യന്മാരോ തത്വപ്രമാണങ്ങളോ ശ്രേഷ്ഠപ്രമാണങ്ങളോ പയച്ചില്ല. കരുണയാണ്. അതാണ് രാമായണത്തിൽ കരുണയാണ്, ഭഗവത്ഗീതയിൽ കരുണയാണ്, മഹാഭാരതത്തിൽ കരുണയാണ്, ബൈബിൾ സ്നേഹകാവ്യമാണ്. യേശു പരീക്ഷക്കാരുടെ കൂടെ നടന്നു പോകുമ്പോൾ ആരോ ചോദിച്ചു എന്നാണ്. പരീക്ഷക്കാർ ചോദിച്ചു, പാവങ്ങളുടെ കൂടെ പോകുമ്പോൾ. പരീക്ഷക്കാരുടെ കൂടെ അല്ല, പാവങ്ങളായ ആളുകളെ യേശു കൈ പിടിച്ച് നടക്കണം. അപ്പോൾ ചോദിച്ചു, ഇവരെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ? നമ്മൾ മനസ്സിലാക്കണം, ഇവരെ നിനക്ക് കിട്ടിയുള്ളൂ. ഈ ഒന്നിനും കൊള്ളാത്തവർ, സമൂഹത്തിൽ തള്ളിക്കളയപ്പെട്ടവർ, അധസ്ഥിതർ, ആരും വില കൽപ്പിക്കാത്തവർ, ഇവരെ നിനക്ക് കിട്ടിയുള്ളൂ? അവർക്ക് വിലയില്ലല്ലോ ഒരു കാലത്തും. കാരുണ്യമുള്ളവരുടെ കണ്ണിൽ അവർക്കാണ് ഏറ്റവും വലിയ വില. അപ്പോൾ യേശു പറഞ്ഞു എന്നാണ് അതിന് മറുപടിയായിട്ട്, രോഗിക്കല്ലേ വൈദ്യൻ്റെ ആവശ്യമുള്ളത് എന്ന്. കാരുണ്യം വൈദ്യമാണ്. ഞാൻ കോട്ടക്കൽക്കാരനാണ്. ലോകത്ത് കോട്ടക്കൽ എൻ്റെ നാടിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആയുർവേദത്തിൻ്റെ പേരിലാണ്. ഞാൻ നാട്ടുകാരനായതുകൊണ്ട് മാത്രമല്ല, ആ സ്ഥാപനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ആളാണ്. ഞങ്ങളുടെ നാട്ടിലെ വലിയ ഒരു മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും, ഇന്ന് ശനിയാണ്, ഇന്നലെ അടക്കം ഉച്ചക്ക് ജുമുഅ പ്രാർത്ഥനക്ക് ഇമാം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതൻ കയറി നിന്ന് പ്രഭാഷണം നടത്തുന്ന, ഹരിയേട്ടനൊക്കെ നന്നായിട്ട് അറിയാം, ഗൾഫിൽ ധാരാളം പാർത്തുകൊണ്ട് ഖുത്ബ എന്നാണ് പറയുക വെള്ളിയാഴ്ച പ്രസംഗത്തിന് മസ്ജിദിൽ. അതിനുവേണ്ടി കയറി നിൽക്കുന്ന പീഠം, പ്രസംഗ പീഠം, അതിന് മിമ്പർ എന്നാണ് പറയുക. ഇന്നലെ അടക്കം കോട്ടക്കലെ
പ്രധാനപ്പെട്ട മസ്ജിദിലെ മിമ്പറിൽ കയറി ഇമാം ഖുത്ബ നിർവഹിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ PS വാര്യർ പണിതുകൊടുത്ത മിമ്പറിൽ കയറി നിന്നിട്ടാണ്. എല്ലാവർക്കും മരുന്നുണ്ടാക്കുന്ന PS വാര്യർ എല്ലാവർക്കും അറിയാം. മഹാനായ PS വാര്യർ. എന്നോട് എത്ര ആളുകൾ ചോദിക്കും ഞാൻ കോട്ടക്കൽക്കാരനാന്ന് പറഞ്ഞാൽ. ഞാൻ ചെറുപ്പത്തിൽ കോട്ടക്കലെ ചന്തക്ക് പോകുമ്പോൾ ഓരോ നാടിനും ഒരു പ്രത്യേകതയാണ്. അമ്പലപ്പുഴ ഒരുപാട് പ്രത്യേകതകളുള്ള സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകളുള്ള നാടാണ്. എനിക്ക് തോന്നുന്നു ഈ നാടിന് ചില മണ്ണിന് തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഹരിയേട്ടൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ മണ്ണിനെക്കുറിച്ച്. പിന്നെ ഈ മണ്ണ് കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, കുഞ്ചൻ നമ്പ്യാർ വരെ ബന്ധപ്പെട്ടിട്ടുള്ള മണ്ണാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ചെറുപ്പത്തിൽ കോട്ടക്കലെ ചന്തക്ക് പോകുമ്പോൾ ദേശീയ പതാക പറക്കുന്നത് കണ്ടിട്ടാണ് കോട്ടക്കലെ ചന്തക്ക് പോവുക. ആര്യവൈദ്യശാലയുടെ മുമ്പിൽ വലിയ കൊടി. ആഗസ്റ്റ് 15-നല്ല, എല്ലാ ദിവസവും. അപ്പോൾ എന്താ നോക്കുമ്പോൾ രാഷ്ട്രപതി VV ഗിരി ചികിത്സിക്കാൻ വന്ന് കിടക്കുകയാണ്. ആ പാരമ്പര്യം ഇന്നും തുടരുകയാണ്. ദേശീയ നേതാക്കന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ആയുർവേദം. ഇപ്പം ഞാൻ ആയുർവേദം ഓർക്കാൻ എന്താ കാരണം? ആയുർവേദത്തിൽ അപൂർവ വൈദ്യൻ എന്നൊരു പ്രയോഗമുണ്ട്. അപൂർവ വൈദ്യൻ, സാധാ വൈദ്യനല്ല. നമ്മുടെ സദസ്സിൽ വലിയൊരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഹരിയേട്ടൻ വഴി ത്രിവിക്രമൻ ഡോക്ടർ. എനിക്കെങ്ങനെ ഓരോ ദൈവ നിയോഗങ്ങളാണ്. എൻ്റെ കാലിനൊരു പരിക്ക് പറ്റി കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ വന്നപ്പോൾ എനിക്ക് ഹരിയേട്ടൻ്റെ കെയർ ഓഫിലൂടെ ഡോക്ടറുടെ സന്നിധിയിലെത്താനുള്ളൊരു അവസരം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കാരുണ്യ സ്പർശത്തിന്. ഡോക്ടർമാരുടെയൊക്കെ സ്പർശം കാരുണ്യമാണ്. അപ്പോൾ കഷായത്തിൻ്റെ മണം ഏറ്റു വളർന്ന ഒരാളാണ് ഞാൻ. കഷായം കാച്ചുന്ന മണം, അരിഷ്ടം കാച്ചുന്ന എണ്ണകൾ, അങ്ങനെ എൻ്റെ ബാല്യകാലം. അപ്പോൾ ആയുർവേദത്തിലെ അപൂർവ വൈദ്യൻ, സാധാരണ വൈദ്യന്മാരെ കുറിച്ചല്ല പറയണത്, അപൂർവ വൈദ്യൻ ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രാണനാണ് വൈദ്യൻ. പ്രാണനാണ്. അകത്തിരുന്ന് ഇപ്പം എല്ല് പൊട്ടിയാൽ എല്ല് തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക മാത്രമേ ഡോക്ടർ ചെയ്യുന്നുള്ളൂ. പ്ലാസ്റ്റർ ഇടുന്ന നേരത്ത് മരുന്നൊന്നുമല്ല ഈ എല്ലുകളെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നത്. ശരീരം തന്നെയാണ്. പ്രാണനാണ്. എന്നോട് ഒരിക്കലൊരു ഓർത്തോളജിയുടെ ഡോക്ടർ പറഞ്ഞു, ആ സമയത്ത് അവിടെ രക്തം പൊടിയും. എല്ല് പൊട്ടുമ്പോൾ ആ രക്തം പോലും മരുന്നാണ്. ആ എല്ലുകളെ കൂട്ടിച്ചേർക്കുന്നതിൽ സർവേശ്വരൻ്റെ കാരുണ്യം. ആ രക്തം പോലും മരുന്നായിട്ടാണ് ആ എല്ലുകളുടെ മുറിവ് ഉണക്കുന്നത്. അതുകൊണ്ട് അപൂർവ വൈദ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യേശുവിനെ ഓർത്തപ്പോഴാണ് നമ്മൾ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി, രോഗിക്കല്ലേ വൈദ്യൻ്റെ ആവശ്യമുള്ളത്. ഏറ്റവും വലിയ വൈദ്യം കരുണയാണ്. അമ്പലപ്പുഴ ഗ്രാമപ്രദേശത്തിൽ ഇന്ന് നടക്കുന്ന ഈ മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സിദ്ധൌഷധം പ്രദാനം ചെയ്യുന്ന വലിയൊരു വൈദ്യൻ്റെ പ്രവർത്തനങ്ങളായിട്ട്, ഒരു കാരുണ്യ സ്പർശമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അമ്പലപ്പുഴയുടെ ഈ പ്രത്യേകതയിൽ ഈ വീട് ഇവിടെ വെച്ചു കൊടുക്കുന്ന കർമ്മം ഇതിവിടെ നടക്കുമ്പോൾ എന്നെ ഇതിൽ വളരെ സ്പർശിച്ചത്, ഈ വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാൾ ഇതിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് ഹരിയേട്ടൻ ഇങ്ങനെ വാചാലനാകുന്നതാണ്. ഇത്ര തവണ പറഞ്ഞിരിക്കുന്നത് ഫോണിലൊക്കെ. അതായത് ഈ അമ്മ, ഞാൻ ആ രംഗത്തിന് മുഴുവൻ സാക്ഷിയായ ആളല്ല, അതിൽ പങ്കാളിയായ ആളാണ്. ആ നറുക്കെടുപ്പ്, അമ്പലപ്പുഴ കുടുംബവേദിയുടെ വാർഷികം നടക്കുന്നു. ആ യോഗത്തിലേക്ക് ശ്രീ ഹരികുമാർ കുടുംബവേദി ചെയർമാൻ കടന്നു വരുമ്പോൾ ഈ അമ്മ ഓടിച്ചെന്നിട്ട്, എനിക്കൊരു വീട് തരൂലേ? വല്ലാത്തൊരു ചോദ്യമാണ്. ഇത്ര വർഷമായിട്ട്
വീടില്ലാതെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആർത്തനാദമാണ്, ഒരമ്മയുടെ പ്രാണൻ്റെ പെടച്ചിലാണ്. എനിക്കൊരു വീട് തരൂല്ലേ? ഏകദേശം നിങ്ങളുടെ ഈ അടുത്ത് തന്നെയാണ് ആ പാട്ടുണ്ടായിരിക്കുന്നത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ജോർജാണ് പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്നത്തെ കേരളം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ വരികൾ ഉദ്ധരിച്ചത്. കേരളം, മനുഷ്യന്മാർക്ക് പാർക്കാൻ വീടില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച KPSCയുടെ നാടകഗാനങ്ങളിൽ പ്രധാനമാണത്. അപ്പോൾ പാർപ്പിടമില്ലാതിരുന്നിടത്തു നിന്നാണ് നമ്മളിങ്ങനെ മെല്ലെ പൊങ്ങി വരുന്നത്. കേരളീയ നവോത്ഥാനത്തിൽ ഇതൊക്കെ ഉണ്ട്. കേരളീയ നവോത്ഥാനത്തിൽ വീടില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട്. ഈ മണ്ണിന്നാണ്, ആലപ്പുഴയിൽ നിന്നാണ് KPSC നാടക സംഘം ഉണ്ടായിത്തീരുന്നത്. ഞാൻ ഈ ആലപ്പുഴ വഴി പോകുമ്പോഴൊക്കെ ഓർക്കുന്ന, ഒരിക്കലും ഞാൻ അന്നത്തെ വലിയൊരു നാടക നടി അവരെ ആദരിക്കുന്നൊരു ചടങ്ങിൽ ഇവിടെ വരുണ്ടായി. അന്നത്തെ കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള. അപ്പോൾ ഈ മണ്ണിൻ്റെ പശിമയാർന്ന ചരിത്രത്തിൽ അതൊക്കെ ഉണ്ട്. നാടക പ്രസ്ഥാനം, നാടക ഗാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേരളീയ നവോത്ഥാനത്തിലേക്ക് വന്നു ചേർന്ന ചാലുകളാണ്. നവോത്ഥാനം ഒരു ഏകകമായിട്ടുള്ള ഏകശിലാഖണ്ഡമല്ല. പലരും ഉണ്ടതിൽ, എല്ലാ സമുദായങ്ങളും ഉണ്ടതിൽ. അതിലെല്ലാ സമുദായങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നടന്നു, നായർ സമുദായത്തിൽ മന്നത്ത് പത്മനാഭൻ, ഇതിൻ്റെ ഒക്കെ മുമ്പ് ഉഴുതുമറിക്കാൻ നാരായണ ഗുരുവെന്ന ദാർശനിക ഗുരു, അദ്ദേഹം ഇല്ലാതെ കേരളീയ നവോത്ഥാനം ഇല്ല. അതിൽ ഇതുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു വീട് തരൂല്ലേ എന്നൊരമ്മ വന്ന് ചോദിക്കുന്ന നേരം, അത് മരിയേട്ടനെ പോലുള്ള ഒരു മകൻ്റെ മുമ്പിൽ, അച്ഛനമ്മമാരുടെ മൂല്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു മകൻ. അപ്പോൾ ഇവിടെ തന്നെ വിവരിച്ച് പറഞ്ഞല്ലോ സ്വാഗത പ്രസംഗത്തിൽ, അമ്പലപ്പുഴ പഞ്ചായത്ത്, അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്ത്, പുറക്കാട് പഞ്ചായത്ത്, 3 പഞ്ചായത്തുകൾക്ക് പുറത്ത് നിന്ന് അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയാത്ത, സ്വാഭാവികം, എല്ലായിടത്തും ഉണ്ട് കാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ ചില വലയം. എല്ലായിടത്തും കൂടിയും കൊടുക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഗവൺമെൻറ്റുകൾക്ക് പോലും സാധിക്കുന്നില്ല. ഗവൺമെൻറ്റുകൾ അതല്ലേ ഓരോ ഏരിയ വൈസല്ലേ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ആ സംസ്ഥാനത്താണ് പ്രവർത്തിക്കാൻ കഴിയുക. അടുത്ത സംസ്ഥാനത്ത് ആ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞതും നറുക്കെടുപ്പിൽ കിട്ടുമോ നോക്കാമെന്ന് പറഞ്ഞതും. അപ്പം അമ്മ ചോദിച്ച ചോദ്യം ഹരിയേട്ടൻ പിന്നെയും പറയുന്ന, അപ്പം എനിക്കൊരു വീട് തരൂലല്ലേ, എനിക്കൊരു വീട് തരുമോ എന്ന് ചോദിച്ചോടി വന്ന അമ്മ പിന്നെ അവസാനം ചോദിക്കുന്ന ചോദ്യം, അപ്പം എനിക്കൊരു വീട് തരൂലല്ലേ. അങ്ങേ അറ്റത്തെ നിരാശയിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ്. അപ്പോൾ തന്നെ നിയമത്തിന് പുറത്തുനിന്ന് അപേക്ഷ സ്വീകരിച്ചിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയിരുന്നുവെന്നാണ് കുടുംബവേദിയുടെ ചെയർമാൻ പറയുന്നത്. പിന്നെ നറുക്കെടുക്കാൻ വന്നു. അപ്പം നമ്മുടെ അപർണ ദാസ്, നമ്മുടെ സഹോദരി, ചലച്ചിത്ര നടി, അവരാണ് നറുക്കെടുത്തത്. ഞാൻ അവരോട് തമാശയായിട്ട് പറഞ്ഞു, സൂക്ഷിച്ചെടുത്തോ, കിട്ടാത്തവരൊക്കെ നിന്നോട് ദേഷ്യക്കാരാവും പറഞ്ഞു ഞാൻ ആ കുട്ടിയോട്. അപ്പോൾ കുടുംബവേദിയുടെ വാർഷികത്തിൽ വെച്ചിട്ട് നറുക്കെടുത്ത് നോക്കുമ്പോൾ ഈ അമ്മയാണ്, ശശികലമ്മയാണ്. ആ സമയത്തുണ്ട് അവർ സ്റ്റേജിലേക്ക് ഓടി വരുന്നൊരു രംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരമ്മയാണ് ഓടുന്നത്. ഞാൻ ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ബസ് നിർത്തിയിട്ട് ബസ്സിലേക്ക് ഓടി കുട്ടിയെ തോളിലിട്ട് ഓടുന്ന അമ്മ
കുട്ടിക്കൊന്നും സംഭവിക്കാതെ ബസ് പോകുമെന്ന് പേടിച്ചിട്ട്. എന്നെ ഏറ്റവും എൻ്റെ ഹൃദയം തൊടുന്ന രംഗങ്ങളിലൊന്നാണ് അതെന്ന് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കുണ്ടൊരോട്ടം, അങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഓടണം, ബസ് പോയി കളയുമെന്ന് വിചാരിച്ചിട്ട്. രോഗിയായ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിലോ മറ്റോ പോയിട്ട് അമ്മമാരോട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നടക്കുന്നത് അമ്മ അവഗണിക്കപ്പെടുന്നൊരു കാലത്താണ്. അമ്മയെ കൊല്ലാൻ മക്കൾ കത്തി മൂർച്ച കൂട്ടുന്നൊരു കാലത്താണ്. മൂർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്ന കാലത്താണ്. ഈ കേരളക്കരയിൽ അടുത്ത കാലത്തൊരു മകൻ അമ്മയെ കൊന്നത് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചിട്ടാണ്. ഇതാണ് ലോകം. അവിടെയാണ്, ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈ ചടങ്ങ് നൽകുന്ന സന്ദേശം. ഈ ചടങ്ങിൽ എന്ത് നടക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ഇത്തരം ചടങ്ങ് നൽകുന്ന സന്ദേശമാണ്, ഇതിൻ്റെ മെസ്സേജാണ്. അമ്മയെ ആദ്യം തീയിട്ട് കൊന്നു. മരിച്ചു പോയോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. എൻ്റെ നാട്ടിലൊക്കെ പാമ്പിനെ, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല, തച്ചു കൊല്ലുക എന്നാണ് അവിടെ പറയാം. അടിച്ചു കൊല്ലുന്നതിന് പാമ്പിനെ തച്ചു കൊന്നു എന്നാ പറയാം. അങ്ങനെ പാമ്പിനെ അടിച്ചു കൊന്നിട്ട് പാമ്പിൻ്റെ ജീവൻ മുഴുവൻ പോയോന്നറിയാൻ വേണ്ടി ചെരുപ്പുകൊണ്ട് പാമ്പിൻ്റെ തല ഇങ്ങനെ ചവിട്ടി നോക്കും, പ്രാണൻ്റെ പെടച്ചിൽ ബാക്കിയുണ്ടോയെന്നറിയാൻ. അതുപോലെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് ശരീരം ഇളകുന്നുണ്ടോ നോക്കി. ടെലിവിഷൻ്റെ വോള്യം കൂട്ടിവെച്ചു. അയൽക്കാരെങ്കിലും വന്ന് അമ്മയെ രക്ഷിക്കുമോ എന്ന് നോക്കാൻ, രക്ഷിക്കാതിരിക്കാൻ. നമ്മുടെ പരിസരത്ത് നടക്കുന്ന കാര്യമാണിത്. ഈ മാറ്റങ്ങൾക്കിടയിലാണ്. അല്ലെങ്കിലും ഞാൻ പറയട്ടെ, എന്തോന്നറിയില്ല, അടുത്ത കാലത്തായിട്ട് എല്ലാവർക്കും ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാണ്. ഹിംസ, ആളുകളെ കൊല്ലുക, വണ്ടി കയറ്റി കൊല്ലുക, ആക്രമിച്ച് കൊല്ലുക, ഹിംസയുടെ ഒരു താണ്ഡവം. സിനിമയിലേക്ക് നോക്കിയാൽ സാധാരണ ഒരു വെടി പൊട്ടിച്ചിട്ട് കൊല്ലലാണ്. കൊന്നിട്ടിങ്ങനെ അറുത്ത് വെട്ടി കശാപ്പ് ചെയ്യുന്ന സീനുകളാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് കുട്ടികൾ കാണുന്നത്. ഈ ലോകത്തിന് കാരുണ്യസ്പർശമായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ലോകത്തെന്നും നിലനിൽക്കുന്ന സന്ദേശമാണ് ഈ കാരുണ്യത്തിൻ്റെ സന്ദേശം. ഇതേ നിലനിൽക്കുള്ളൂ, ബാക്കിയൊക്കെ പോയി ലോകത്തുനിന്ന്. കുറഞ്ഞ കാലത്തെ ആയുസുള്ളൂ പ്രിയപ്പെട്ടവരെ, വളരെ കുറഞ്ഞ കാലത്തെ ആയുസേ ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മനുഷ്യന്മാർ പെട്ടെന്ന് മരിക്കണം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? പൊടുന്നനെ മരിക്കണം, ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഗവൺമെൻറ് അന്വേഷിക്കണം, നടപടി സ്വീകരിക്കണം, പഠനം നടത്തിയിട്ട് കാരണം കണ്ടെത്തണം. പ്രത്യേകിച്ചും കോവിഡാനന്തര കാലഘട്ടത്തിൽ പൊടുന്നനെ മരിക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ എത്രയോ, നമ്മൾ പൊതുരംഗത്തുള്ളവരാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും. വിവരങ്ങൾ ഇങ്ങനെ കിട്ടും, അവിടെ മരിച്ചു, ഇവിടെ മരിച്ചു. എനിക്ക് പരിചയമുള്ള നിരവധി യുവാക്കളാണ് അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയത്. ഈ കുറഞ്ഞ ആയുസ്സിനിടയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കച്ചവടം, ലാഭക്കൊതിയില്ലാത്ത കച്ചവടം, കാരുണ്യത്തിൻ്റെ കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞതാണ് ഹരിയേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിലേക്ക് കൈവന്നതാണ്, അദ്ദേഹം നേടിയെടുത്തതല്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛൻ എന്നെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതായത് കരുതിക്കൂട്ടി അച്ഛൻ്റെ പിന്നാലെ പോയതല്ല, സ്വാഭാവികമായിട്ട് വന്ന് ഭവിക്കുന്നതാണ്, നാച്ചുറലാണ്. എനിക്കെൻ്റെ അച്ഛനെ മാതൃകയാക്കണമെന്ന് വിചാരിച്ചിട്ട് പല മക്കളും അച്ഛനെ നോക്കി പഠിക്കും. അത് നല്ലതാണ്, അങ്ങനെ ചെയ്യണം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറയണത്.
കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ നിര്യാണശേഷം അദ്ദേഹം വലിയ വ്യവസായിയായി, തൊഴിലുടമയായി, ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ഉപജീവനത്തിൻ്റെ നാഥനായി, പാവപ്പെട്ടവൻ്റെ വിശക്കുന്നവൻ്റെ പാത്രത്തിലെ മരുന്നായി. വീട് മാത്രമല്ലല്ലോ, എത്രയോ കുടുംബങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. കുടുംബവേദി, കഞ്ഞിയായി, ഇതൊക്കെ ആയി മാറി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊക്കെ എന്നെ സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ പറയണത്. എന്തിനാ ഞാനിത് പറയണമെന്ന് വെച്ചാൽ ഇതെല്ലാവരും മനസ്സിലാക്കണം. ആ പുസ്തകം ഒരു പാഠപുസ്തകം പോലെ എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനിതൊക്കെ ഓർക്കണം. അതായത് കുറേ കഴിഞ്ഞു, അച്ഛൻ പോയി. അച്ഛൻ എന്നെ എത്രമാത്രം, അപ്പം ഞാൻ എന്നെപ്പറ്റി ആലോചിച്ചു, എന്നിൽ എൻ്റെ പിതാവ് എത്രത്തോളം ഉണ്ടാവും. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ എന്നെ പരീക്ഷിക്കുകയാണ്, എന്നെ പരിശോധിക്കുകയാണ്. എന്നെ പരിശോധിക്കാനുള്ള സ്റ്റെതസ്കോപ്പാണ് ഈ പുസ്തകം, ഹരികഥ. ഞാൻ എൻ്റെ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്ന പോലെയാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ. എങ്ങനെ നോക്കാതിരിക്കും? എൻ്റെ പിതാവാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ ചെറുപ്പത്തിൽ എൻ്റെ ശിക്ഷണമൊക്കെ. അച്ഛൻ എന്നെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഞാനിപ്പോൾ എന്നോട് ചോദിക്കണം, എൻ്റെ ഉപ്പ എന്നെ എത്ര സ്വാധീനിച്ചിട്ടുണ്ടാവണം? കുറേ ഉണ്ട്. അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്? ഇത് ഓരോ മക്കളും പരിശോധിക്കട്ടെ. ദശലക്ഷക്കണക്കിന് കോശങ്ങളിലൂടെയാണ് ഒരു മനുഷ്യ ശരീരം. ദശലക്ഷക്കണക്കിന് പാരമ്പര്യത്തിലൂടെ വന്നു കിട്ടിയതാണ് ഇതൊക്കെ. അതൊക്കെ അച്ഛനമ്മമാർ വഴി വന്നു കിട്ടിയതാണ്. സൽ സ്വഭാവത്തേക്കാൾ വലിയ ഒരനന്തരാവകാശ സ്വത്തും മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിച്ചിട്ടില്ലെന്ന ഒരു നബിവചനമുണ്ട്. മുഹമ്മദ് നബിയുടെ ഒരു തിരുവചനം സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ മരിക്കുമ്പോൾ മക്കൾക്ക് ഓഹരി വെച്ച് കൊടുക്കും പലതും. ആ കഷ്ണം ഇന്ന മോന്, ആ പറമ്പ് ഇന്ന ആൾക്ക്, ആ തെങ്ങുംതോപ്പ് വീട് ഇന്ന ആൾക്ക്. തിരുനബി പറയണത് ഓഹരി വെച്ച് കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്വത്ത് സൽസ്വഭാവമാണ്. ഞാനങ്ങനെ ആ വികാരങ്ങളുടെ ലോകത്തേക്ക് കടക്കണില്ല. ഹരിയേട്ടൻ്റെ മുഖത്തതുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ദസ്മിതത്തിലുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ പറയണ്ടായി മനുഷ്യന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ വ്യവഹാരങ്ങൾ, അത് വലിയ പ്രശ്നം തന്നെയാണ്. മനുഷ്യന്മാരോടുള്ള വ്യവഹാരം വളരെ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ സ്റ്റാഫിനോട് എന്നും കൊടുക്കുന്ന നിർദ്ദേശമാണ്, ഒരാൾ വിഷ് ചെയ്താൽ തിരിച്ച് എനിക്കത് കാണിച്ചു തരാതിരിക്കരുത്. ഒരാളെ തിരിച്ച് പ്രത്യഭിവാദം ചെയ്യാതെ കടന്നു പോകരുത്. മനുഷ്യന്മാർ കടന്നു പോകുന്നിടത്ത് ഒരു വണ്ടിക്ക് വേഗത കൂട്ടരുത്. എൻ്റെ ഉപ്പ കാൽനടയായിട്ട് നടന്നു പോയ റോഡാണിത്. എൻ്റെ ഉപ്പക്ക് കാറില്ലായിരുന്നു. ബസ് കയറാൻ വേണ്ടിയിട്ട് വരെ ബസ്സിലേക്ക് നടന്നു പോയ സ്ഥലമാണിത്. ഞാൻ എൻ്റെ സ്റ്റാഫിന് ദിനേന എന്നോണം, അത് ഞാൻ രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നതല്ല. ഞാൻ വളരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ എൻ്റെ നിയോജകമണ്ഡലത്തിന് ജയിച്ചത്. ഇതുവരെ അവിടെ അത്ര ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഭൂരിപക്ഷമൊക്കെ, പൊന്നാനിയാണത്, എല്ലാ മതസ്ഥരുള്ള നാടാണ്, MTയുടെ നാടാണ്. എൻ്റെ മണ്ഡലത്തിലാണ് MTയുടെ വീട്, എൻ്റെ മണ്ഡലത്തിലാണ് അക്കിത്തം, എൻ്റെ മണ്ഡലത്തിലാണ് എടശ്ശേരി, മഹാകവി എടശ്ശേരി, എൻ്റെ മണ്ഡലത്തിലാണ് ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, എൻ്റെ മണ്ഡലത്തിലാണ് വള്ളത്തോൾ നാരായണ മേനോൻ. നിങ്ങൾ അത്ഭുതപ്പെട്ട് ചോദിച്ചേക്കും മലയാളം മുഴുവൻ അവിടെയാണോന്ന്. തിരൂർ തുഞ്ചം ഭാഷാ പിതാവ് എൻ്റെ മണ്ഡലത്തിലാണ്. അഭിമാനത്തെ കൊണ്ട് പറയണേ, വല്ലാത്തൊരു സ്ഥലമാണ് പൊന്നാനി. പൊന്നാനി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, ഏറ്റവും വലിയ സമുദായ സൗഹൃദത്തിൻ്റെ ഈറ്റില്ലമാണ് പൊന്നാനി. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നാടാണ് പൊന്നാനി. എല്ലാം അമ്പലപ്പുഴ പോലെ. അമ്പലപ്പുഴ കണ്ടില്ലേ? ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കൃഷ്ണനെക്കുറിച്ച് എഴുതിയൊരു, ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ളൊരു ഹിന്ദുസ്ഥാനി കവിത ഓർത്തു. മഥുരാ കെ നഗർ ഹേ ആശിഖീ കാ, ദം ഭർത്തി ഹെ ആർസൂ ഉസീ കാ, हर जर्रे सर ज़मीन गोगुल, हर जर्रे सर ज़मीन गोगुल, दारा है जमाल दिल बरी का. ഇതൊരു മുസ്ലിമാണ്.
മഥുര, കൃഷ്ണൻ്റെ മഥുര പട്ടണം. മഥുര കെ നഗർ ഹേ ആശിഖീ കാ. കൃഷ്ണൻ്റെ മഥുര പട്ടണം പ്രേമത്തിൻ്റെ പട്ടണമാണ്. സ്നേഹം അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ പോയിട്ട് വിരോധം തരരുത്. ദം വർത്തി ഹെ ആർസു ഉസീ കാ. കൃഷ്ണൻ്റെ മധുരയോടുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ വീണ്ടും ഹരിയേട്ടൻ്റെ അച്ഛനിലേക്ക് പോകും, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ ഈ അമ്മയെപ്പറ്റി ധാരാളം സംസാരിക്കുന്ന ഒരാളാണ്. ശ്രീ മോഹൻലാലിൻ്റെ അമ്മ വന്ന് തിരികൊളുത്തി. ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്നേഹിതൻ പ്രതാപൻ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ ചെയ്ത പ്രസംഗമാണ് ഈ അമ്മ പ്രസംഗം. എന്നെ ചിലപ്പോൾ രാത്രി ആളുകൾ വിളിച്ചിട്ട് കരയും. സമദാനി സാഹിബ്, ഈ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് വിളിച്ചു എന്നെ. ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, അമ്മ പ്രസംഗം കേട്ടു. ഹരിഹരൻ വിളിച്ചു, പ്രേം നസീറിൻ്റെ സിനിമകളെടുത്ത വലിയ സംവിധായകൻ. എൻ്റെ ഭാര്യ എന്നെ കേൾപ്പിച്ചത് അമ്മ പ്രസംഗം. ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് കരഞ്ഞുപോയി. അത് നമ്മളകത്തുള്ളതാണ്. ഇതൊക്കെ മതി, ഇതൊക്കെ പറഞ്ഞാൽ മതി. വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് പെറ്റ തള്ളയെക്കുറിച്ച് നാഭീനാള ബന്ധം, പൊക്കിൾക്കൊടി ബന്ധം, അത് പറയണം, നന്നായിട്ട് പറയണം. അതിൻ്റെ മുഴുവൻ മൂല്യങ്ങളുടെ ഒരു ശേഖരമായി ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ അമ്പലപ്പുഴയിൽ ഇപ്പോൾ വീണ്ടും വന്ന് നിൽക്കുന്നത്. ശരിയാണ് സ്വാഗത പ്രസംഗത്ത് പറഞ്ഞത്. ഞാൻ വീണ്ടും ഇവിടെ വരുന്നത് കുറച്ച് പരിപാടിയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടൊക്കെയാണ്. കുറച്ച് ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടാണ്. അവരോടൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി മറ്റ് തീയതിയിലൊക്കെ മാറ്റിവെച്ച് മധുര കെ നഗർ ഹേ മധുര, മധുരല്ല, മധുര തമിഴ്നാട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈ പോകുമ്പോൾ വണ്ടി നിർത്തിയിരിക്കണം മധുരയിലേക്കുള്ള, അത് മധുര. ഇത് മധുര, കൃഷ്ണൻ്റെ ജന്മസ്ഥാനം. മധുര കെ നഗർ ഹേ ആശിഖീ കാ. കൃഷ്ണൻ്റെ മധുര പട്ടണം പ്രേമത്തിൻ്റെ പട്ടണമാണ്. അമ്പലപ്പുഴ കണ്ണൻ്റെ പട്ടണം സ്നേഹത്തിൻ്റെ പട്ടണമാണ്, സ്നേഹത്തിൻ്റെ നഗരമാണ്, കാരുണ്യത്തിൻ്റെ നഗരമാണ്. എല്ലാ മതവും കരുണയാണ്. തിരുനബിയെ, മുഹമ്മദ് നബിയെ ഖുർആൻ വിളിച്ചിരിക്കുന്നത് മുഴു ലോകങ്ങളുടെ കാരുണ്യമെന്നാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ. കരുണയാണ് മനുഷ്യന് ആവശ്യം. കരുണ ഇല്ലെങ്കിൽ ശശികല അമ്മ, നിങ്ങൾ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ അവർക്കും സ്വാഗതം പറഞ്ഞു. നിങ്ങൾ അവർക്ക് വീടല്ല കൊടുത്തത്, വീട് മാത്രമല്ല കൊടുത്തത്, പരിഗണനയാണ് കൊടുത്തത്, ബഹുമാനമാണ് കൊടുത്തത്. പരിഗണിച്ചാൽ മതി. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. പരിഗണിക്കണം. എല്ലാവരെയും ഒന്ന് പരിഗണിച്ചാൽ തന്നെ മതി. വീട് കൊടുക്കുന്ന ആൾക്ക് വീട് വാങ്ങിയാൽ മതി. പക്ഷെ സ്വാഗത പ്രസംഗത്തിൽ അവരെ ഉൾപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ശേഷം പിന്നെ സ്വാഗതം ചെയ്യണത് ശശികലമ്മയാണ്. ഇതൊക്കെ ചില വാല്യൂസാണ്, ചില മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളുടെ മുകളിൽ ലോകം നിലനിൽക്കുള്ളൂ. ലോകം പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും മുകളിൽ നിലനിൽക്കില്ല. അത് മനസ്സിലാക്കിയതാണ് ഹരിയേട്ടൻ്റെ ജീവിത വിജയം. അതാണ് അച്ഛനിൽ നിന്ന് പഠിച്ച പാഠം. മോനെ മോനെ ലാഭനഷ്ട കണക്ക് കൂട്ടലുകളിൽ നിലനിൽക്കുന്നതല്ലടാ മോനെ ലോകം. അതിൻ്റെയൊക്കെ അപ്പുറത്താണടാ. ഒരിക്കലും നിലനിൽക്കില്ല. നീ എഴുതുന്ന കടലാസിലെ കണക്ക് കൂട്ടലിൽ ലോകം നിലനിൽക്കില്ല. ലോകം അതിനപ്പുറത്താണ്. അങ്ങനെയൊക്കെ മുന്നോട്ട് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവുമോ? എൻ്റെ മകൻ്റെ ഇന്ന് പാർപ്പിടം വാങ്ങിയിട്ട് ഈ പാവപ്പെട്ട അമ്മമാരും അച്ഛന്മാരും പാർക്കുന്നു. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഉൾക്കണ്ണ കൊണ്ട് വരാൻ പോകുന്നൊരു കാലത്തേക്ക് അവർ നോക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കിക്കൊണ്ടത്. ശിക്ഷണം, ശിക്ഷണം, സ്നേഹത്തിൻ്റെ ശിക്ഷണം. ഉള്ള സാധനം മാത്രമേ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയൂ. സ്നേഹം കിട്ടാത്തവർക്കത് കൊടുക്കാൻ കഴിയില്ല. അതിനോട് ക്ഷമിക്കണം. നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയില്ല.
തിരുനബിയുടെ സദസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ അങ്ങനെ കൊടുക്കൂ, ആളുകളെ സഹായിക്കൂ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാനധർമ്മങ്ങളുടെ പുണ്യങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇതൊക്കെ സമ്പന്നർക്കുള്ളതാണ് ദൈവദൂതരെ, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എങ്ങനെ ദാനം ചെയ്യും? എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ ദരിദ്രനാണ്. അപ്പോൾ തിരുനബി പറഞ്ഞു, നീ ചുമടുമായി നടന്നു പോകുന്നവൻ്റെ ചുമട് താങ്ങിക്കൊടുക്കൂ, അതാണ് നിന്റെ ദാനം. നീ നടക്കാൻ കഴിയാത്തവൻ്റെ കൈ പിടിച്ചു കൊടുക്കൂ, അതാണ് നിന്റെ ദാനം. നീ ആളുകളോട് പുഞ്ചിരി തൂകൂ, ലെറ്റ് us smile. ഇന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള എത്ര ആളുകളുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്, അപൂർവം ഒരു ഇരിപ്പാണ്. ഒന്ന് ചിരിക്കുമ്പോൾ മുഖത്തെത്ര മാംസപേശി ഇളകുന്നാണ്. അത് ഇളകണ്ടെന്ന് വിചാരിച്ചിട്ടാവണം, കനത്തിലാണ് ഇരിക്കുക. വല്ല കാര്യമുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് 4 ദിവസം കൊണ്ട് പോവും, നമ്മൾ ബാക്കിയാവില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇത് പാടിയ പൂന്താനത്തിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. കൃഷ്ണഭക്തനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കൃഷ്ണഭക്തനായ കവി, മഹാകവി പൂന്താനമാണ്. പച്ച മലയാളത്തിലാണ് അത് എഴുതുന്നത്. ഏത് കാലത്തെന്ന് അറിയോ നിങ്ങൾ? സംസ്കൃതം മലയാള ഭാഷയിൽ കൊടികുത്തി വാണ കാലത്ത് കവിതയാകണമെങ്കിൽ സംസ്കൃതത്തിൽ എഴുതണമെന്ന മണിപ്രവാള സാഹിത്യത്തിൻ്റെ ആധിപത്യം നിലനിൽക്കുമ്പോഴാണ്. ഇത് 300 കൊല്ലം മുമ്പാണിത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി. പൂന്താനത്തിൻ്റെ ഇല്ലത്ത് ആദ്യമായിട്ട് ടെലിഫോൺ കണക്ഷൻ കൊടുക്കുന്നത് ഞാൻ രാജ്യസഭാംഗമായിരുന്നപ്പോൾ എൻ്റെ MP കോട്ടയിൽ നിന്നാണ്. ഈ മലപ്പുറമൊക്കെ നിങ്ങൾ വന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ എല്ലായിടത്തും, കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെ ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ എഴുതാൻ കഴിയോ? ദം ബർത്തി ഹെ ആർസു ഉസീക. കൃഷ്ണൻ്റെ മധുര പട്ടണത്തോട് എൻ്റെ ശ്വാസം ത്രസിക്കുകയാണ്. ദം ഭർത്തി ഹെ, ദം ശ്വാസം, എനിക്ക് ശ്വാസം തുടിക്കുകയാണ്. ദം ഭർത്തി ഹെ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എഴുതിയ ഹസ്രത്ത് മൊഹാനി. അദ്ദേഹം വേറൊരു സുപ്രസിദ്ധമായ ഗസൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടാണ്. ചുപ്കെ ചുപ്കെ രാത് ദിൻ ആസു ബഹാന യാദ് ഹേ, ഹംകോ അബ് തക് ആഷിഖി കാ വോ സമാന യാദ് ഹേ. മെല്ലെ ഇരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ട്, ഇപ്പോഴും പ്രേമത്തിൻ്റെ ആ കാലം ഓർമ്മയുണ്ട്. 10-60 വയസ്സിൽ ബ്രിട്ടീഷുകാർ ജയിലിലിട്ട് കിടക്കുന്ന സമയത്താണ് ഈ ചൂടുള്ള ഗസൽ, പ്രണയകാവ്യം. മൗലാന ഹസ്രത്ത് മൊഹാനി, വെറും ഹസ്രത്ത് മൊഹാനിയല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർക്കാണ് മൗലാന എന്ന് പറയാം. അദ്ദേഹം എഴുതിയ കവിതയാണിത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ, മനസ്സിലാക്കിയാൽ മതി. മധുരാ ക നഗർ ഹേ ആഷിഖ്. ഞാൻ ഒരുപാട് വർഷം മുമ്പ് പഠിച്ചത്, ഇപ്പോൾ പഠിച്ചതല്ല. ഞങ്ങളുടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, സ്വാഗത പ്രസംഗം കേട്ടപ്പോൾ ഒന്നുകൂടി ഉണർന്നു. മധുരാ ക നഗർ ഹേ ആഷിഖീ കാ, ദം ബർത്തി ഹേ ആർസു ഉസീ കാ, ഹർ സർറെ സർ ജമീനെ ഗോകുൽ. ഗോകുലം മണ്ണിലെ ഓരോ മൺതരിയും. ദാരാ ഹെ ജമാല ദിൽ ബറീക. ഹൃദയാവർജകമായ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് കൃഷ്ണൻ ജനിച്ച ഓരോ മൺതരിയും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെയാണ് ഈ സദസ്സ്. ഇങ്ങനെയുള്ള സദസ്സ് ഉണ്ടായാൽ മതി. ഇങ്ങനെ ഇരിക്കുക, നമ്മൾ മൗനമായിട്ടിരിക്കുക, നല്ലത് ഓർക്കുക. നല്ലത് ചെയ്യാൻ പറ്റുമോ എനിക്കൊന്ന് ഓർക്കുക. നീ ആളുകളോട് പുഞ്ചിരി തൂകൂ. തിരുനബി പറയാണ്, നീ മന്ദസ്മിതം തൂകൂ, അത് ഹലാവയാണെന്ന് തിരുനബി പറഞ്ഞു. ഈ ഹലാവയിൽ നിന്നാണ് ഹലുവ ഉണ്ടാവുന്നത്. നീ മനുഷ്യന്മാരോട് പുഞ്ചിരിക്കൂ, അത് ഹലാവയാണ്. ഹലാവ എന്ന് അറബി പറഞ്ഞാൽ മാധുര്യം. കോഴിക്കോട്ടൊരു ബസാറിൻ്റെ പേര് ഹലുവ ബസാർ എന്നാണ്.
പുഞ്ചിരി തൂകൂ, അത് മാധുര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞിലുള്ള സന്തോഷം ഇത് ഒഴുകട്ടെ. കുടുംബവേദി, കുടുംബം, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നായിരുന്നു കുടുംബവേദിയുടെ വാർഷികത്തിൻ്റെ അമ്പലപ്പുഴയിലെ പരിപാടിയുടെ ശീർഷകം. അതിന് നൽകപ്പെട്ട നാമം മുഴുവൻ ലോകവും സൗഖ്യത്തിൽ ഭവിക്കട്ടെ. നമുക്ക് അങ്ങനെ ആയിരിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ ആയിരിക്കട്ടെ. മഴ പെയ്യാൻ പോണ ചൂടൊന്നുമില്ല, ഒരു ചൂടുമില്ല. 37 ഡിഗ്രി 38 ഡിഗ്രി ചൂടുള്ള സമയമാണെന്ന് കേരളത്തിൽ. നോക്കൂ നിങ്ങൾ. എന്നോട് രാധാകൃഷ്ണേട്ടൻ ചോദിച്ചു ഈ കാറ്റ് അങ്ങോട്ട് വരണുണ്ടോ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു ചൂടില്ല, ഇവിടെ ചൂടില്ല. മഴ നാട്ട് പെയ്തിട്ടുമില്ല. കുറച്ച് പെയ്തു, ഇന്നലെ പെയ്തു. ഈ യോഗത്തിന് ബുദ്ധിമുട്ടുള്ള മാതിരി പെയ്തിട്ടില്ല. കരുണയാണ്, കാരുണ്യവർഷമാണ്. ആ കാരുണ്യവർഷം തുടരട്ടെ. കുറച്ച് കഴിഞ്ഞാൽ കാലവർഷം വരും. ഇനിയും ഹരിയേട്ടൻ്റെ അച്ഛൻ്റെ കരുണ ഒഴുകട്ടെ. ഹരിയേട്ടൻ്റെ കരുണ എന്ന് ഞാൻ പറയില്ല, അച്ഛൻ്റെ കാരുണ്യ പ്രവാഹം അമ്മ വിളമ്പിക്കൊടുത്തത് ഒഴുകട്ടെ. ഇതിൽ ജാതി മതമൊന്നുമില്ല, ഒറ്റൊന്നേ ഉള്ളൂ, മനുഷ്യൻ മാത്രം. അല്ലെങ്കിലും അങ്ങനെയുള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. MT വാസുദേവൻ നായർ, MTയുടെ അമ്മ MTയെ ഗർഭം ചുമന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു എന്നാണ് ഈ കുട്ടി അങ്ങ് കളഞ്ഞേക്കുന്നു. അമ്മക്ക് അസുഖം ബാധിച്ചപ്പോൾ MTയുടെ ഏറ്റവും വലിയ സ്വാധീന ശക്തി MTയുടെ അമ്മയായിരുന്നു. പുസ്തകങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അമ്മയാണ്. അമ്മ ഇപ്പം MTയുടെ നാട്ടിലൊരു പ്രളയം ഉണ്ടായി, എല്ലായിടത്തും പ്രളയം ഉണ്ടായി. എല്ലാവരും കൂടി MTയുടെ വീട്ടിലേക്ക് വന്നു. പഴയൊരു തറവാടായതുകൊണ്ട് പാർക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും കിടക്കാനുള്ള ഇടം ഉണ്ടാവും. കിടക്കാനുള്ള ഇടം വെള്ളപ്പൊക്കം വരുമ്പോൾ വലിയ പ്രശ്നമാണ്, വെള്ളം കയറും. എല്ലാവരും ഓരോ സ്ഥലത്ത് കിടത്തി. അവസാനം MT പറയാണ് ആമിനുമ്മയും മക്കളും വന്നു. MTയുടെ അമ്മ ചോദിച്ചു ആമിനുവിനെ എവിടെ കിടത്തുക? വീട്ടിലെല്ലാ സ്ഥലവും നിറഞ്ഞിരിക്കണം. നമുക്ക് MT എന്ന എഴുത്തുകാരനറിയാം, ഞാൻ വളരെ ബഹുമാനിച്ച, എനിക്ക് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന. MT നിര്യാണം പ്രാപിച്ചതിന് ശേഷം ഒരു 6 or 7 രാത്രി ഞാൻ MTയെ കിനാവ് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം MTയുടെ മകൾ അശ്വതിയെ വിളിച്ച് പറഞ്ഞു. അശ്വതി ഡൽഹി പോയിട്ട് MTക്കുള്ള ആദരം ഏറ്റുവാങ്ങി വന്നു. MTയുടെ നിര്യാണാനന്തരം നിങ്ങളുടെ അടുത്താണ് തകഴി. ഇവരൊക്കെ മണ്ണാണ്, ഇവരൊക്കെ മണ്ണിൻ്റെ മക്കളാണ്. മണ്ണിനെ മറക്കുന്നവൻ തന്നെയാണ് മറക്കുന്നത് എന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ ഹരിയേട്ടൻ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പിൽ ഞാനൊരു മൗന പ്രാർത്ഥന. ഇത് മലയാളത്തിൽ മഹാകവിയുടെ പ്രസ്താവനയല്ല, ഇതൊരു വലിയ കഥാകൃത്തിൻ്റെ നോവലിലെ വാചകമല്ല. ഇതൊരു മകൻ തൻ്റെ ജീവിതം ഓർത്തെടുത്ത് എഴുതിയപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാചകം അറിയാതെ വന്ന് വീണുപോയതാണ്. മണ്ണിനെ മറക്കുന്നവൻ തന്നെയാണ് മറക്കുന്നത് എന്ന് അച്ഛൻ. വലിയ ജ്ഞാനിയായൊരു മനുഷ്യനെ അങ്ങനെ പറയാൻ കഴിയും. അറിവുണ്ടായാൽ പോരാ, വിദ്യാഭ്യാസം ചെയ്താൽ പോരാ, ജ്ഞാനം, വിസ്ഡം. ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിക്കേണ്ട വാക്ക് വിസ്ഡം എന്നാണ്. അതിലൂടെ ഞാൻ എവിടേക്ക് എത്തുന്നറിയോ? ശരിയാണ്, മണ്ണിനെ മറക്കുന്നവൻ തന്നെ മറക്കുന്നു, തൻ്റെ സംസ്കാരം മറക്കുന്നു, തൻ്റെ ഭാഷ മറക്കുന്നു, താൻ വന്ന വഴി മറക്കുന്നു, താൻ കഴിച്ച അന്നം മറക്കുന്നു. നമ്മൾ കഴിക്കുന്ന അന്നം നമ്മുടെ മണ്ണ നമുക്ക് നൽകുന്ന ഊണ്. മലയാളത്തിലല്ല, കേരളത്തിലെല്ലാവർക്കും ഊണ് ഇത്ര പ്രിയപ്പെട്ടതാവാൻ കാരണം നെൽകൃഷിയാണ്. ആ വാചകത്തിൻ്റെ മുമ്പിൽ മൗനം പാലിച്ചുകൊണ്ട്
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞു നീണ്ടുപോയോ എന്ന ആശങ്കയോടെ ഒരു കവിത ഓർത്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആ കവിത ശശികലമ്മക്കുള്ളതാണ്. किसी मेहरबान ने आके मेरी जिंदगी सजा दी, किसी मेहरबान ने आके मेरी जिंदगी सजा दी, मेरे दिल की धड़कनों में, मेरे दिल की धड़कनों में नई आरज़ू सजा दी, किसी मेहरबान ने आके मेरी जिंदगी सजा दी. ഏതോ ഒരു കാരുണ്യവാൻ വന്ന് എൻ്റെ ജീവിതത്തെ അലങ്കരിച്ചു. പ്രസിദ്ധമായിട്ടുള്ള ഹിന്ദി ഗസലാണ്. ഇത് റെക്കോർഡൊക്കെ ആയിട്ട് ആളുകൾ കേൾക്കുന്നതാണ്. കിസി മെഹറുബാൻ ने आके मेरी जिंदगी सजा दी. ഏതോ ഒരു കാരുണ്യവാൻ വന്ന് എൻ്റെ ജീവിതത്തെ അലങ്കരിച്ചു. ഒരു കാരുണ്യവാൻ വരണം, വന്നേ പറ്റൂ. കരുണ പരക്കണം. ഇന്ന് പ്രത്യേകിച്ചും അത് വേണം. എല്ലായിടത്തും പോയിട്ട് ദുഃഖിക്കുന്നവനെ തലോടണം, ആശ്വസിപ്പിക്കണം. ഇന്നലെ ഒരു മിനിറ്റ് ഞാനൊരാൾക്ക് അഭിനന്ദനത്തിന് വേണ്ടി ഒരു സഹോദരിക്ക് ഫോൺ ചെയ്തു. എൻ്റെ സ്റ്റാഫ് ഫോൺ എടുത്തിട്ട് തെറ്റി, ആളെ മാറി. ആ സഹോദരിക്ക് ഫോണ് വേറൊരു ആൾക്ക് പോയി. അപ്പോൾ എനിക്ക് ഫോൺ വന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾ അഭിനന്ദിക്കാൻ വിളിച്ചതാണ്. അത് കാരണമുണ്ട്. ഞാൻ വിളിക്കുന്നയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തിനാ എന്നെ അഭിനന്ദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ആൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഈ സ്റ്റാഫിനോട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നമ്പർ തെറ്റിയോ എന്ന് ചോദിക്കാൻ പോകുമ്പോൾ അവരെന്നോട് പറയാണ് സമദാനി സാറെ വിളിച്ചത് നന്നായി. എൻ്റെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാൾ അടുത്ത ദിവസം മരിച്ചു, ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ. പിന്നെ അതിൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നൊരു പണിയെടുത്തു. ജയശ്രീ ടീച്ചർ എന്നാണ് അവരുടെ പേര്. ഞാൻ അവരെ കുറേ ആശ്വസിപ്പിച്ചു, അവരെ മനസ്സിന് കുറേ ശക്തി കൊടുക്കാൻ ശ്രമിച്ചു. നോക്കൂ, നിങ്ങൾ തെറ്റിപ്പോയ നമ്പറാണ്. എനിക്കൊരു സമാധാനം. അവരവസാനം എന്നോട് പറഞ്ഞു എനിക്കൊരു ശക്തി കിട്ടി. അവരിങ്ങനെ കരയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കിസി മെഹറുബാനെ ശശികലമ്മക്ക് വേണ്ടി ഞാനിതിവിടെ പറയാമെന്ന് വിചാരിച്ചാൽ മതി. കിസി മെഹറുബാനെ ആക്കേ മേരി ജിന്ദഗി സജാ ദി. ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്കാണ് ഈ വീട് വെച്ചു കൊടുക്കുന്നത്. 100 മക്കളുടെ സമാഹാരമായി ഒരു പുതിയ മകനെ ദൈവം അവർക്ക് നൽകിക്കൊണ്ടാണ് അവർക്ക് ഈ വീട് ലഭിച്ചിട്ടുള്ളത്. മേരെ ദിൽ കി ധഡ്കനോ മേ, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ, മേരെ ദിൽ കി ധഡ്കനോ മേ നൈ ആർസൂ ജഗാ ദി. എൻ്റെ ഹൃസ്പന്ദനങ്ങളിൽ പുതിയ അഭിനിവേശം നിറച്ചു വെച്ചു. നമസ്കാരം.